ലിഗീസ് ഫാഷൻ ഹാവൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നല്ല കുറച്ച് കളക്ഷൻസ് ആയിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കിഡ്സിൻ്റെ കളക്ഷനും കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതും കൂടി കാണാം. നമ്മൾ നോർമൽ നമ്മുടെ ലേഡീസിൻ്റെ കുർത്തിക്ക് തരുന്ന ഒരു സപ്പോർട്ട് നിങ്ങൾ കിഡ്സിൻ്റെ കുർത്തിക്കും തരണം. നമ്മുടെ കൂടുതൽ കസ്റ്റമേഴ്സും ലേഡീസിൻ്റെ കുർത്തീസ് കാണാൻ വേണ്ടി വെയിറ്റ് ചെയ്യുന്നവരാണ്. അപ്പോൾ അവരുടെ മക്കൾക്കൊക്കെ കാണാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ചിലപ്പോൾ ഏറ്റവും അവസാനമൊക്കെ ആയിരിക്കും കൊടുക്കാറ്. അപ്പോൾ ചിലർ കാണാറില്ല. നമ്മൾ ഇന്നത്തെ കളക്ഷൻസ് ലേഡീസിൻ്റെ കളക്ഷൻ കഴിഞ്ഞു എന്ന് പറഞ്ഞിട്ടാണ് ചിലപ്പോൾ നമ്മൾ കിഡ്സിൻ്റെ കാണിക്കാറ്. അപ്പോൾ നിങ്ങൾ കിഡ്സിൻ്റെ കളക്ഷൻസും കൂടി ഒന്ന് കണ്ടു നോക്കാം കേട്ടോ. എന്നിട്ട് അതിൻ്റെ ഫീഡ്ബാക്കോ അല്ലെങ്കിൽ നിങ്ങൾ കുറേ പേര് എന്നോട് വലിയ പിള്ളേരുടെ കളക്ഷൻസ് കൊണ്ടുവരാൻ പറയാറുണ്ട്. 28, 30, 32 നിലവിൽ നമ്മൾ കൊണ്ടുവന്നതിൻ്റെ തന്നെ വീഡിയോസ് ഇട്ട് തീർന്നില്ല. ഒരു ഷോപ്പിലേക്ക് വേണ്ട എല്ലാ കളക്ഷൻസും നമ്മൾ നിറച്ച് വയ്ക്കുമ്പോൾ എന്തോരം ഉണ്ടാവുമെന്ന് എനിക്കറിയാലോ. അപ്പോൾ അതൊന്ന് ചെറുതായിട്ടൊന്നൊരു മൂവ്മെൻറ്റ് കഴിഞ്ഞിട്ട് അടുത്ത സെക്ഷൻ തുടങ്ങാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. അല്ലാണ്ട് നിങ്ങളുടെ സജഷൻസിന് നമ്മൾ ഒരു വില കൽപ്പിക്കാത്തതല്ല. ഉറപ്പായും നമ്മൾ വലിയൊരു കളക്ഷൻസ് കൊണ്ടുവരാൻ നമുക്കത് മാനേജ് ചെയ്യാനുള്ളൊരു ബുദ്ധിമുട്ട് കൊണ്ടാണ് ഇപ്പം നിലവിലുള്ള കളക്ഷൻസ് മാത്രം കാണിക്കുന്നത്. അത് തന്നെ വല്ലപ്പോഴാണ് കാണിക്കാൻ പറ്റുന്നത് കേട്ടോ. അപ്പോൾ മറ്റേതിന് കുറച്ചും കൂടി എനിക്ക് ടൈം വേണം, അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ കളക്ഷൻസിലേക്ക് കിടക്കാം. ഫസ്റ്റ് വൺ ഞാൻ വെയർ ചെയ്തിട്ടുള്ള ഈ ഒരു കുർത്തിയാണ്. കുർത്തി എന്ന് പറയുന്നത് ഹക്കോബ കുർത്തിയാണ് കേട്ടോ. ഹക്കോബയിൽ ഡിജിറ്റൽ പ്രിന്റ് പോലെ വരുന്ന ഒരു ഐറ്റമാണ്. ഫുൾ ഹക്കോബ, സ്ലീവ് വിത്തൗട്ടിൽ ബോഡി പോർഷൻ ലൈനിങ്ങോട് കൂടിയ വരുന്ന നല്ല രസമാണ് കേട്ടോ. ഭയങ്കര ഒരു ബ്രൈറ്റ് ആയിട്ടുള്ള ഒരു വൈറ്റ് കളറല്ല, എന്നുവെച്ചാൽ ഒരു ഉജ്ജാല മുക്കുന്ന ടൈപ്പിലുള്ളൊരു വൈറ്റ് കളറല്ല, എന്നാലും നല്ലൊരു വൈറ്റ് കളറിൽ ഇങ്ങനെ ഒരു പൂക്കളുടെ ഡിസൈനാണ്. ഇങ്ങനെ സ്കാറ്റേഡ് ആയിട്ട് കിടക്കുന്ന പോലെ പല കളറിലുള്ള പൂക്കളാണ് പോയിട്ടുള്ളത്. നല്ല രസമുള്ളതാണ്. 2 ടൈപ്പ് പാറ്റേൺ ആണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. രണ്ടിൻ്റെയും നെക്ക് പാറ്റേൺ വ്യത്യാസമുണ്ട്. ഇതിൻ്റെ നെക്ക് വന്നിട്ട് ഒരു ചൈനീസ് കോളർ പോലെ വന്നിട്ട് ഇങ്ങനെ ഒരു വി നെക്ക് പോലെ കൊടുത്തേക്കണം. നല്ല രസമുള്ള ഒരു പാറ്റേൺ ആണ്. പിന്നെ വന്നിട്ടുള്ളത് ഒരു വി നെക്ക് പാറ്റേൺ ആണ്. അതിൻ്റെ പ്രിന്റ് വേറെയാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെയാണ് വരുന്നത്. സ്ലിറ്റഡ് ആണ്, ലൈനിങ്ങോട് കൂടിയാണ് വരുന്നത്. ഓക്കെ, ഭയങ്കര വടി പോലെ. ചിലർക്ക് ഹക്കോബ എന്ന് പറയുമ്പോൾ ഒരു ഭയങ്കര സ്റ്റിഫായിട്ട് നിൽക്കുന്ന ഒരു ടൈപ്പാണ് തോന്നുന്നത്. അത്ര സ്റ്റിഫായി നിൽക്കണ ഒരു ഹക്കോബ അല്ല ഇത് കേട്ടോ. ഇതിൻ്റെ സൈസ് ചാർട്ട് വരുന്നത് L മുതൽ 3XL സൈസ് വരെയാണ്. L, XL, XXL, 3XL. ഞാൻ വേറെ ചെയ്തിട്ടുള്ളത് L ആണ്. അപ്പോൾ L എന്ന് പറഞ്ഞാൽ നമ്മുടെ നോർമൽ ജോർജറ്റ് അങ്ങനെയുള്ള സൈസുകളെക്കാളും ഹക്കോബ അല്ലെങ്കിൽ ഖാദി കോട്ടൺ അല്ലെങ്കിൽ സ്ലബ് സിൽക്ക് അങ്ങനെയൊക്കെ പറയുന്നത് ഇച്ചിരി വടി പോലെ നിൽക്കുന്നതുകൊണ്ട് നിങ്ങൾ എപ്പോഴും ഒരു സൈസ് ഇച്ചിരി കൂടുതൽ എടുത്താലും കുഴപ്പമില്ല. ഇപ്പം ഇത് എല്ലാവർക്കും കറക്റ്റ് 40 കിട്ടും, പക്ഷെ കറക്റ്റ് ഫിറ്റിലായിരിക്കും നിൽക്കുക. ഒരു പൊടി പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടാവില്ല. അതുകൊണ്ട് ഇങ്ങനത്തെ ഐറ്റംസ് വരുമ്പോൾ നിങ്ങൾ ഒരു സൈസ് കൂടുതൽ എടുത്താൽ പ്രശ്നമില്ല. ഇപ്പം ഞാൻ M ഇടുന്ന ആളാണ്. എനിക്കിവിടെ ഒന്ന് ഷേപ്പ് ചെയ്യാൻ, 2 സൈഡിൽ ആംപിറ്റിൻ്റെ അവിടെ ഒന്ന് ഷേപ്പ് ചെയ്യാൻ പാകത്തിന് ഞാൻ നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ടാണ് അതെങ്ങനെയാണോ ഇരിക്കുന്നത് ആ രൂപത്തിൽ എന്നെ ഇട്ട് കാണിക്കുന്നത് കേട്ടോ. അപ്പം ഇങ്ങനെ ഒന്ന് ഷേപ്പ് ചെയ്യാൻ പാകത്തിനുള്ളൂ. ഇപ്പോൾ ഇവിടെ ആണെങ്കിലും ചെറുതായിട്ടൊന്ന് പിടിക്കാനേ ഉള്ളൂ. ഓക്കെ, അങ്ങനെയാണ്. അപ്പോൾ നമുക്കൊരു എൻ്റെ ഒരു കാൽക്കുലേഷൻ ശരിയാണെങ്കിൽ നിങ്ങൾക്ക് L-ന് ഒരു 39 റേഞ്ച് പിടിച്ചിട്ട് ചെയ്യാം. 40 നമുക്ക് ആംപിറ്റ് ഇളക്കുമ്പോൾ കറക്റ്റ് സൈസ് കിട്ടുന്നുണ്ട്. പക്ഷെ അതിങ്ങനെ ഒരു സ്റ്റിഫായി നിൽക്കുന്ന ഒരു ടൈപ്പ് ആയതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ മെഷർമെൻറ്റ് പറയണത് കേട്ടോ. 39 വരെ നിങ്ങളൊരു കാൽക്കുലേഷനിൽ എടുത്തിട്ട് അടുത്ത സൈസ് എടുക്കണമെന്ന് ആലോചിച്ചാൽ മതി. 39 എന്തായാലും കിട്ടും. പിന്നെ ഇച്ചിരി ലൂസ് ടൈപ്പ്. ഇപ്പം ഞാൻ ചിലപ്പോൾ ഇത് ഇങ്ങനെ ഇടുന്ന ഐറ്റംസ് ഒന്നും ഷേപ്പ് ചെയ്യാറില്ല. എനിക്ക് അങ്ങനെ അത്ര ടൈറ്റ് ഫിറ്റിലൊന്നും കിടക്കണമെന്ന് താല്പര്യമൊന്നുമില്ല. ഞാൻ കുർത്തികളാണെങ്കിലും എന്താണെങ്കിലും നല്ലത് എടുത്തുകൊണ്ട് വരുന്നു, അല്ലെങ്കിൽ കാണാൻ ഭംഗിയുള്ളത് എടുക്കുന്നു. അത് അങ്ങനെ ഭയങ്കര ബോഡി ഷേപ്പിലിടുന്നു അങ്ങനെ എന്നുള്ള ഒരാളല്ല. എനിക്കപ്പോൾ എങ്ങനെ തോന്നുന്നു അങ്ങനെ ഇടും. ചിലപ്പോൾ ഇച്ചിരി ലൂസായിട്ടിടും, ചിലപ്പോൾ ഷേപ്പായിട്ടിടും, അങ്ങനെയൊക്കെയാണ്. അല്ലാണ്ട് എനിക്കിങ്ങനെ പ്രത്യേകം ഒരു പാറ്റേൺ ഒന്നും ഇല്ല. അപ്പോൾ ഇതാണെങ്കിൽ ചിലപ്പോൾ ഞാൻ ഷേപ്പ് ചെയ്യില്ല, ഇങ്ങനെ അങ്ങനെ ഇടും. ഇപ്പോൾ കൈ ഇച്ചിരി ലൂസാണ്, അതും എന്നെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രശ്നമുള്ള അതൊരു സ്റ്റൈലായിട്ട് ഞാൻ അങ്ങനെ ഇടും. ഇതിനൊക്കെ ഒരു ഇച്ചിരി കൈയൊക്കെ പിടിക്കാനുണ്ടാവും. അങ്ങനെയാണ് കേട്ടോ വരുന്നത്. ഇതിൻ്റെ പ്രൈസ് വരുന്നത് 625 ആണ്. 625 രൂപയാണ് വരുന്നത്. ഫുൾ ഹക്കോബയാണ്, ഡിജിറ്റൽ പ്രിൻ്റാണ്. ഞാൻ അതിൻ്റെ ഒരു ക്ലോസർ വ്യൂ കാണിക്കാം. ഇങ്ങനെ വരെ സെൽഫായിട്ടൊരു പ്രിൻ്റ് തന്നെയാണ് ഇതിൽ പോയിട്ടുള്ളത് കേട്ടോ. പിന്നെ ഇത് വൈറ്റാണ്. നിങ്ങൾ വാഷ് ചെയ്യുമ്പോഴൊക്കെ നന്നായി കെയർ കൊടുത്തിട്ട് തന്നെ വാഷ് ചെയ്യും. എനിക്ക് വൈറ്റ് ഡ്രസ്സുകൾ ഇടാൻ സ്വതവേ ഇച്ചിരി മടിയുള്ള ആളാണ്. ഹസ്ബൻഡിനെ ആണെങ്കിലും മക്കളെ ആണെങ്കിലും വൈറ്റ് വരുമ്പോൾ അത് വേണ്ട, നമുക്ക് വേറെ കളർ എടുക്കാമെന്ന് പറയും. കാരണം നമ്മളൊന്ന് ശ്രദ്ധിച്ച് വാഷ് ചെയ്യണമല്ലോ, അതുകൊണ്ടാണ് കേട്ടോ. അതിങ്ങനെയാണ്. സ്ലീവ് വിത്തൗട്ട് ലൈനിങ്ങിലാണ് വരുന്നത്. ബോഡി പോർഷൻ ലൈനിങ്ങോട് കൂടിയാണ് വരുന്നത്. ഓവറോൾ ഈ ഹക്കോബ പാറ്റേൺ തന്നെയാണ് കേട്ടോ പോയിട്ടുള്ളത്. ഇത് ബാക്ക് സൈഡാണ്, ഇത് ഇതിൻ്റെ ഫ്രണ്ട് സൈഡാണ്. ഓക്കെ, അപ്പോൾ അടുത്ത പ്രിൻറ്റ് കാണാം.
ഇതാണ് നെക്സ്റ്റ് പ്രിന്റ് വരുന്നത്. അയ്യോ, അതിന് മുമ്പ് നമ്മളൊരു ഗിവ് അവേ സ്റ്റാർട്ട് ചെയ്യുന്ന കാര്യം പറയട്ടെ കേട്ടോ. കുറേ പേർക്ക് ഗിവ് അവേ നിർത്തിയാൽ സങ്കടമുണ്ട്. അപ്പോൾ നമ്മൾ ഗിവ് അവേ എന്ന് ഉദ്ദേശിക്കുന്നത്, നമ്മളെപ്പോഴും പറയാറുണ്ട്, നിങ്ങൾ നമ്മുടെ കയ്യിൽ നിന്ന് പ്രൊഡക്റ്റ് മേടിച്ച് കഴിഞ്ഞിട്ട് അതിൻ്റെ ഒരു ഇട്ട ഫോട്ടോ എനിക്കൊന്ന് അയച്ചു തരണം. എനിക്ക് കാണാനുള്ള ആഗ്രഹം കൊണ്ട് മാത്രമാണ്. ചിലപ്പോൾ ഞാനത് ഹാപ്പി കസ്റ്റമറായിട്ട് ഇടാറുണ്ട്. അപ്പം അങ്ങനെ നമ്മുടെ കയ്യിൽ നിന്ന് പ്രൊഡക്റ്റ് മേടിച്ചിട്ട് നിങ്ങളത് വെയർ ചെയ്യുന്നതിൻ്റെ ഫോട്ടോസ് എനിക്ക് അയച്ചു തരണം. ആ അയച്ചു തരുന്നവരിൽ നിന്നും ഒരാളെ നമ്മൾ വിന്നറായിട്ട് സെലക്ട് ചെയ്യും. അപ്പോൾ പലരും പറയുന്നുണ്ട് നിങ്ങളിങ്ങനെ സ്റ്റാറ്റസ് ഇടുന്നത് അതും ഇതൊക്കെ ചെയ്തിട്ട് നമ്മളൊക്കെ എന്തോരം പ്രൊഡക്റ്റ് മേടിക്കുന്ന, അങ്ങനെ ഒരു സജഷൻ വെച്ചിട്ടുള്ളതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു ഗിവ് അവേ വെക്കുന്നത്. ഉറപ്പായും ഈ ഗിവ് അവേ പറയുമ്പോൾ കുറേ കസ്റ്റമേഴ്സ് പറയും നിങ്ങൾക്ക് മേടിക്കാൻ പറ്റാത്തതുകൊണ്ടാണ് നിങ്ങൾ എന്താ അവരെ പരിഗണിക്കണമെന്ന്. എന്തായാലും ഒരു പ്രശ്നം ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് മേടിക്കാൻ പറ്റിയിട്ടില്ല, മേടിച്ചിട്ടില്ല എന്നുള്ളവർക്കാണെങ്കിൽ വേറൊരു ഗിവ് അവേ ഉണ്ട്. നമുക്കിപ്പോൾ ഷോപ്പ് ഉണ്ടല്ലോ, അപ്പോൾ നമ്മുടെ ഷോപ്പിൻ്റെ ലൊക്കേഷനും കാര്യങ്ങളും ഗൂഗിളിൽ ലിഗീസ് ഫാഷൻ ഹെവൻ എന്ന് അടിച്ചാൽ നിങ്ങൾക്ക് കിട്ടും, നമ്മുടെ പേജ് കിട്ടും. അതിനകത്ത് ഗൂഗിളിൽ നമ്മുടെ ഒരു റിവ്യൂ, നിങ്ങൾക്ക് നമ്മുടെ സജഷൻസ് എന്തെങ്കിലും, സാധാരണ റിവ്യൂ ഇടുന്നത് നിങ്ങൾക്ക് അറിയാമല്ലോ, ഷോപ്പിനെ കുറിച്ച് അല്ലെങ്കിൽ മെറ്റീരിയലിനെ കുറിച്ച് നിങ്ങൾക്ക് എന്താണ് അഭിപ്രായം എന്നുള്ളതിൻ്റെ റിവ്യൂ ഇടുക, റേറ്റിംഗ് ഒക്കെ പോലെ റിവ്യൂ ഇടുക. അപ്പോൾ അതിൽ നിന്നും നമ്മൾ ഒരാൾ, അതിനിപ്പോൾ കുർത്തി മേടിക്കണമെന്ന് നിങ്ങൾക്ക് വേണമെന്ന് നിർബന്ധമില്ലല്ലോ, നിങ്ങൾക്ക് എന്തായാലും റിവ്യൂസ് ഇടാം. അങ്ങനെ ഇടുന്നവരിൽ നിന്നും ഒരാൾ. അപ്പോൾ രണ്ട് കൂട്ടർക്കും വിഷമമില്ലല്ലോ, മേടിച്ച ആൾക്കാർക്കും വിഷമമില്ല, മേടിക്കാത്ത ആൾക്കാർക്കും വിഷമമില്ല. പിന്നെ ഒരു കാര്യം കൂടി പറയുന്നു, നീണ്ട റിവ്യൂ ഇട്ടു, ഞാൻ വലിയ റിവ്യൂ ഇട്ടു, ഞാനാണ് നിങ്ങളെക്കുറിച്ച് ഏറ്റവും നന്നായി പറഞ്ഞത്, അങ്ങനെയൊന്നും നമ്മൾ കണക്കിലെടുക്കുന്നതല്ല. റിവ്യൂ ഇടുന്ന ഇപ്പോൾ ഒരു വരിയാണ് ഇറ്റ്സ് വെരി നൈസ് എന്നിട്ടാലും നമ്മളത് കൺസിഡർ ചെയ്യും. ഇനി എല്ലാം ഒരു പാരഗ്രാഫിൽ എഴുതിയാലും അവരെയും കൺസിഡർ ചെയ്യും, ഒരുപോലെ കൺസിഡർ ചെയ്യുള്ളൂ. നിങ്ങൾക്ക് ജെനുവിനായിട്ട് എന്ത് റിവ്യൂ ഇടണമെങ്കിലും അങ്ങനെ ഇടാം. അപ്പോൾ നമ്മളതിങ്ങനെ റിവ്യൂ ഇടുന്ന ആൾക്കാരുടെ പേരൊന്നും ഇങ്ങനെ കാണാമല്ലോ, ഓരോരുത്തർ സ്റ്റാർ ഇട്ടു അങ്ങനെയൊക്കെ കാണാമല്ലോ. അപ്പോൾ നമ്മളതിങ്ങനെ റാൻഡമായിട്ട് ചൂസ് ചെയ്തിട്ടായിരിക്കും ആ ഗിവ് അവേയുടെ വിന്നറെ സെലക്ട് ചെയ്യുന്നത്. പിന്നെ ഫോട്ടോസ് അയച്ചെന്നവരുടെ പേരും ഫോൺ നമ്പറും നമ്മുടെ കയ്യിലുണ്ടാവും. അത് നമ്മൾ നറുക്കെടുപ്പിലൂടെ ആയിരിക്കും ചെയ്യുക. എനിക്ക് ശരിക്കും നിങ്ങൾ എൻ്റെ കുർത്തീസ് ഇട്ട് കാണണം എന്നുള്ളൊരു ആഗ്രഹമുണ്ട്. പലരോടും ഞാൻ പറയാറുണ്ട്, പക്ഷെ ആർക്കത് അങ്ങനെ താല്പര്യമില്ല. നമ്മൾ ഒരു കാരണവശാലും നിങ്ങളുടെ ഫോട്ടോസ് ഒന്നും മിസ്യൂസ് ചെയ്യുന്നതല്ല, എനിക്ക് കാണാൻ വേണ്ടിയിട്ടാണ്. അപ്പം നമുക്ക് അതൊരു ഗിവ് അവേ ആയിട്ട് പ്രഖ്യാപിച്ചിട്ട് അങ്ങനെയെങ്കിലും നിങ്ങൾക്ക് ചെയ്യാനൊരാഗ്രഹം ഉണ്ടാവട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ രണ്ട് തരത്തിലാണ് ഗിവ് അവേ, മറക്കണ്ട. ഒന്ന് നിങ്ങൾ നമ്മുടെ കയ്യിൽ നിന്ന് മേടിച്ചത്, ഇപ്പോൾ കിഡ്സിൻ്റെ ആയിക്കോട്ടെ അല്ലെങ്കിൽ വലിയ ആൾക്കാരുടെ ആയിക്കോട്ടെ, എങ്ങനെ ആയിക്കോട്ടെ, ആരാണെങ്കിലും മേടിച്ച് നമ്മുടെ പ്രൊഡക്റ്റ് ഇട്ടതിൻ്റെ ഒരു ഫോട്ടോ നമുക്ക് അയച്ചു തരാം. അതാണ് ഒന്നാമത്തെ ഗിവ് അവേ. പിന്നെ ഒന്ന് ഗൂഗിൾ റിവ്യൂസ്. അതിപ്പോൾ ഈ കുർത്തി മേടിച്ചവർക്കും അവിടെ റിവ്യൂ ചെയ്യാം, അവരെ വീണ്ടും നമ്മൾ അതിനകത്ത് കൺസിഡർ ചെയ്യുന്നതാണ്. ഇനി മേടിക്കാത്ത ആൾക്കാർക്കും നമ്മുടെ അവതരണം നല്ലതാണെന്നോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ പറഞ്ഞാൽ നിങ്ങൾക്ക് റിവ്യൂ ചെയ്യാം. അപ്പോൾ അവരെയും കൺസിഡർ ചെയ്യുന്നതാണ് കേട്ടോ. അപ്പോൾ മറക്കാതിരിക്കാം. അതാണ് നമ്മുടെ ഗിവ് അവേയുടെ റൂൾ. അത് ഇത്ര ടൈം എന്ന് ഞാൻ പറയുന്നില്ല, എപ്പോഴാണ് എനിക്ക് വീഡിയോ എടുക്കാൻ സമയം, അല്ല ഗിവ് അവേയുടെ കാര്യങ്ങളുമായിട്ട് വരാൻ സമയുന്നത്, അതുവരെ നിങ്ങൾക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാവുന്നതാണ്. ഓക്കെ. അപ്പോൾ സെക്കൻഡ് കുർത്തി വരുന്നത് നല്ല രസമുള്ളൊരു പ്രിൻ്റാണ് കേട്ടോ, ഒരു വെറൈറ്റി ഡിജിറ്റൽ പ്രിൻറ്റിൽ വരുന്നത്. ഇതും ഹക്കോബ് തന്നെയാണ് കേട്ടോ. നിങ്ങൾക്ക് എക്സാക്റ്റ് കാണാൻ പറ്റുന്നുണ്ടാവില്ലാണ്, ഒരു ഓട്ടോ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. രണ്ടും ഹക്കോബ് തന്നെയാണ്. നേരത്തെ കാണിച്ചത് ചൈനീസ് കോളറായിരുന്നു, ഇപ്പോൾ കാണിച്ചത് ഒരു വി നെക്ക് പാറ്റേണിൽ വരുന്ന കുർത്തിയാണ്. രണ്ടും നല്ല പ്രിൻ്റാണ് വരുന്നത്. സ്ലിറ്റഡ് ആണ്. 45 ഇഞ്ച് ലെങ്ത് ആണ് കുർത്തിക്ക് വരുന്നത്. സ്ലീവിന് 15.5 റേഞ്ചിലാണ് ലെങ്ത്, 15.5 to 16 ആ റേഞ്ചിലാണ് സ്ലീവിൻ്റെ ലെങ്ത് വരുന്നത്. സ്ലീവ് വിത്തൗട്ട് ലൈനിങ്ങിലാണ് വരുന്നത്. സൈസ് വരുന്നത് L to 3XL ആണ്. ഞാൻ വേറെ ചെയ്തിട്ടുള്ളത് എല്ലാണ്. എനിക്ക് ഒരു പിടിക്കാണ്, എന്താണ് പറയുന്നത്, ഒരു പൊടിക്കാണ് പിടിക്കാനുള്ളൂ, അത്രേ വരുന്നുള്ളൂ കേട്ടോ. അപ്പോൾ അത് കണക്കിലാക്കിയിട്ട് എടുക്കാൻ എല്ലിന് ഒരു 39 റേഞ്ച് പിടിച്ചാൽ മതി. ഇതൊരു കോട്ടൺ ടൈപ്പിൽ വരുന്നതുകൊണ്ട് നമ്മളെപ്പോഴും ഒരു സൈസ് മുന്നോട്ട് എടുക്കണമെന്ന് നമ്മളെപ്പോഴും സജഷൻ. നമുക്ക് സൈസിൻ്റെ കേസിൽ യാതൊരു കാരണവശാലും റിട്ടേൺ ഉള്ളതല്ല. നിങ്ങൾ തുറക്കുമ്പോൾ എന്തെങ്കിലും ഡാമേജ് ഉണ്ടെങ്കിൽ, നിങ്ങൾക്കത് ചെറിയ മൈനോട്ട് ഡാമേജ് അല്ല, ഒരു ചെറിയ വര വീണു അങ്ങനെ ഞാൻ പറയാറുണ്ട് എപ്പോഴും. നമുക്കത് യൂസ് ചെയ്യാൻ പറ്റില്ലാത്ത തരത്തിലുള്ള ഡാമേജ് ആണെങ്കിൽ നമുക്ക് റിട്ടേൺ ചെയ്യാം, അല്ലാത്ത പക്ഷം നമുക്കത് റിട്ടേൺ ചെയ്യാൻ സാധിക്കുന്നതല്ല. നമ്മളെപ്പോഴും പറയാറുണ്ട്. പിന്നെ നമുക്ക് കോട്ടൺ ഒക്കെ ആണെങ്കിൽ നിങ്ങൾ കളർ ഗാർഡ് യൂസ് ചെയ്യുക. നിങ്ങൾ അത് യൂസ് ചെയ്തു ആഫ്റ്റർ വാഷ് എന്ത് സംഭവിച്ചെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. നമ്മൾ പ്രൊഡക്റ്റ് കൊണ്ടുവരുന്നു, നമ്മളത് വീഡിയോ ഇടുന്നു, അങ്ങനെയാണ് ചെയ്യുന്നത്. അല്ലാണ്ട് നമ്മൾ വാഷ് ചെയ്ത് ഉണക്കി അതെങ്ങനെയാണെന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. കോട്ടൺ ചിലതൊക്കെ വളരെ എന്താ പറയുക, ഇൻഡിഗോ കളറിൽ വരുന്ന ഐറ്റംസ് ഒക്കെ ഉറപ്പായും വാഷ് നമ്മൾ അരക്കുമ്പോൾ കളർ ഇളകും. അത് വളരെ പ്യുവറാണ്, പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല. വെജിറ്റബിൾ ഡൈ, നാച്ചുറൽ ഡൈ എന്നൊക്കെ പറഞ്ഞ് വരുന്ന സാധനങ്ങളൊക്കെ കളർ ഇളകും. അപ്പോൾ അതൊക്കെ കളർ ഗാർഡ് യൂസ് ചെയ്തോ അല്ലെങ്കിൽ ഡ്രൈ ക്ലീൻ യൂസ് ചെയ്തോ അങ്ങനെയൊക്കെ നിങ്ങൾ യൂസ് ചെയ്യണം. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ കിട്ടുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ യുക്തിക്ക് യൂസ് ചെയ്യുക. കളർ അങ്ങനെയൊന്നും നമുക്കൊന്നും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. അത് നമുക്ക് മാനുഫാക്ചേഴ്സ് പോലും നമുക്ക് അതിന് ഗ്യാരണ്ടി തരില്ല, നമുക്ക് അവർക്കും പറയാൻ പറ്റില്ല. അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ ഡാമേജിന് മാത്രമേ റിട്ടേൺ പോളിസി ഉള്ളൂ.
ഓക്കെ. L2 3XL ആണ് സൈസ് വരുന്നത്. 625 ആണ് പ്രൈസ് വരുന്നത്. അടുത്ത കളക്ഷൻ കാണാം. ഇനി കാണിക്കുന്നത് കിഡ്സിന്റെ കളക്ഷൻ ആണ്. ഇതിന്റെ ഇടയിൽ കയറ്റി കാണിക്കാണ്. നമ്മളെപ്പോഴും ലാസ്റ്റ് ഇടുമ്പോൾ ചിലർ മിസ്സാവുന്നുണ്ട്, അതുകൊണ്ടാണ് കേട്ടോ. നല്ല രസമുള്ള ഒരു ഫ്രോക്കാണ്. ഗേൾസിന്റെ കളക്ഷൻസ് ആണെന്ന് കാണിക്കുന്നത്. ഒരു 7 വയസ്സ് വരെ ഉള്ളവരുടെ കളക്ഷൻസ് ഇതിലുണ്ട്. എല്ലാത്തിലും എല്ലാ സൈസസും ഉണ്ടാവില്ല, കാരണം നമുക്ക് ഷോപ്പിൽ കിഡ്സിൻ്റെ കൂടുതലും എൻക്വയറീസും സ്റ്റോക്ക് പോകുന്നതും ഷോപ്പിൽ നിന്നാണ്. ഇതെന്ന് പറഞ്ഞാൽ 16, 18, 20 സൈസിൽ വരുന്ന ഒരു കോട്ടൺ ഫ്രോക്കാണ്. നല്ല രസമുള്ള ഒരു ഫ്രോക്കാണ്. സ്ലീവ്ലെസ് പോലെ വരുന്നതാണ്. ഉള്ളിൽ ഇങ്ങനെ കോട്ടൻ്റെ ലൈനിങ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. 16, 18, 20 ആണ് വരുന്നത്. എങ്ങനെയാണ് അതിൻ്റെ പ്രിൻറ്റ് വരുന്നത്? പ്രൈസ് വരുന്നത് 500 ആണ്. അടുത്തത് വരുന്നത് അതിൻ്റെ തന്നെ വേറൊരു മോഡലാണ്. വൈറ്റിൽ ഒരു മെറൂൺ കളറിലുള്ള ഒരു പ്രിൻ്റാണ് പോയിട്ടുള്ളത്. ഒരു ഹക്കോപ്പ് പോലെ ഇതിനകത്തൊരു എംബ്രോയ്ഡറി വർക്കും ഓവറോൾ പോകുന്നുണ്ട്. ഇങ്ങനെയാണ് വരുന്നത് കേട്ടോ. ഇതും 16, 18, 20 സൈസിലാണ് വരുന്നത്. ഇതാ ഉള്ളിൽ കോട്ടൻ്റെ ലൈനിങ് കൊടുത്തിട്ടുണ്ട്. പുറകുവശം ഇങ്ങനെ വരും കേട്ടോ. പുറകിൽ സിബാണ് കൊടുത്തിട്ടുള്ളത്. ഇതിൻ്റെയും പ്രൈസ് വരുന്നത് 500 ആണ്. അടുത്ത് വരുന്നത് നല്ല രസമുള്ളൊരു ഫ്രോക്കാണ്. ഇതെങ്ങനെയാണ് കേട്ടോ വൈറ്റിൽ. ഇതൊരു എന്താ പറയുക, ഒരു പോപ്കോൺ ടൈപ്പ് മെറ്റീരിയൽ പോലത്തെ ഒരു മെറ്റീരിയലാണ്. നല്ല രസമാണ്. ഇവിടെ ഒരു സ്മോക്കി വർക്ക് പോലെ കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇവിടെ ഇങ്ങനെ ഒരു ഫ്രില്ല് പോലെ കൊടുത്തേക്കണം. ഇതും സ്ലീവ്ലെസ് ആണ്. 2 സൈഡിലേക്കും ഇങ്ങനെ ഡോറീസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഉള്ളിൽ ലൈനിങ് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ലൈനിങ് ആണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ. ഇങ്ങനെയാണ് വരുന്നത്. ഇത് സൈസ് ചാർട്ട് വരുന്നത് 22, 24, 26, 28 അങ്ങനെ വരുന്ന സൈസ് ചാർട്ടാണ് വരുന്നത്. ഇതിൻ്റെ പ്രൈസ് വരുന്നത് 625 ആണ് കേട്ടോ. 625 രൂപ. നല്ല രസമുള്ളതാണ്. ഇതിൻ്റെയും പുറകിൽ സിബാണ് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത് കേട്ടോ. അടുത്തത് വരുന്നത് അതിൻ്റെ തന്നെ ബ്ലൂ ഷെയ്ഡാണ്. നേരത്തെ കാണിച്ചത് പിങ്കാണ്. സെയിം ബ്ലൂ ഷെയ്ഡ്. 22, 24, 26, 28 ആണ് സൈസ് വരുന്നത് കേട്ടോ. അടുത്തത് വരുന്നത് ഇച്ചിരി ഭംഗിയിൽ നമുക്ക് എന്താ പറയുക, ഒരു ഹൽദിക്കോ അങ്ങനെയൊക്കെ ഇടാൻ പറ്റുന്ന രീതിയിൽ നെറ്റ് ടൈപ്പാണ്. താഴെ നല്ല ഭംഗിയിൽ ഇങ്ങനെ ഒരു കണ്ട ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. നല്ല രസമാണ് കേട്ടോ കാണാൻ. പിള്ളേരുടെ ഫ്രോക്കിലൊക്കെ കൊടുക്കുന്ന പോലെ ഇതിനകത്ത് 2 ലെയറായിട്ടാണ് നെറ്റിൻ്റെ പാറ്റേൺ കൊടുത്തിട്ടുള്ളത് കേട്ടോ. 2 ലെയർ ഉണ്ട് ഈ നെറ്റ് തന്നെ വരുന്നത്. പിന്നെ അതിൻ്റെ ഉള്ളിൽ ഒരു ലൈനിങ് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിൻ്റെ അടിയിൽ വേറൊരു കോട്ടൻ്റെ ലൈനിങ് കൊടുത്തിട്ടുണ്ട്. അങ്ങനെയാണ് പാറ്റേൺ വരുന്നത്. ഇച്ചിരി കൂടിയ ഐറ്റമാണ്. നല്ല ഭംഗിയാണ് കേട്ടോ. ഇത് കാണാൻ നല്ല രസമാണ്. പുറകിൽ സിബാണ് കൊടുത്തിട്ടുള്ളത്. ഇതിൻ്റെ സൈസ് ചാർട്ട് വരുന്നത് 16, 18, 20, 22 അങ്ങനെയാണ്. 22 എന്നൊക്കെ പറയുമ്പോൾ 2 to 3 years അവർ വരെയുള്ളവർക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഇതിപ്പോൾ എൻ്റെ കയ്യിലിരിക്കുന്ന സൈസ് 18 ആണ് കേട്ടോ. 18 എന്ന് പറയുമ്പോൾ ഒരു 2 വയസ്സ് ഇച്ചിരി ഇറക്കമുള്ള ടൈപ്പ് ആയിരിക്കും. നിങ്ങൾ സൈസിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഓർഡർ എടുക്കുന്ന സമയത്ത് ചോദിക്കുക. ഇതിൻ്റെ പ്രൈസ് വരുന്നത് 825 ആണ്. 825 ആണ് കേട്ടോ. നല്ല രസമാണ് കാണാനായിട്ട്. ഡോറീസൊക്കെ കൊടുത്തിട്ടുണ്ട് നമുക്കൊന്ന് ഷേപ്പ് ചെയ്യാൻ പാകത്തിന്. ഇച്ചിരി കൂടിയ മെറ്റീരിയൽ വൈസ് ഭയങ്കര സോഫ്റ്റാണ് നെറ്റൊക്കെ, അതുകൊണ്ടാണ് കേട്ടോ. അടുത്തത് വരുന്നത് ഇങ്ങനെ ഒരു പാറ്റേൺ ആണ്. നല്ല രസമാണ് കേട്ടോ. ഇതൊരു ബുട്ടിക് സ്റ്റൈൽ പോലെ നല്ല നൈസായിട്ട് ചെയ്തിട്ടുണ്ട്. നല്ല ഭംഗിയിലാണ്. ഒരു വൈറ്റും കൂടിയുള്ള ഒരു കോമ്പിനേഷനാണ്. താഴത്തെ നെറ്റാണ് പോയിട്ടുള്ളത്. ഉള്ളിൽ 2-3 ലെയറിൽ ലൈനിങ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നല്ല രസമായിരിക്കും. പിള്ളേർ ഇത് ഇട്ട് കഴിയുമ്പോൾ കാണാൻ നല്ല രസമാണ് കേട്ടോ. ഇതിങ്ങനെ വരും. ഇതിൻ്റെ സൈസ് ചാർട്ട് വരുന്നതും 16, 18, 20, 22 ആണ് കേട്ടോ. അപ്പം എൻ്റെ കയ്യിലിരിക്കുന്ന ഏറ്റവും ചെറിയ സൈസായിരിക്കും. 16 ആണ് സൈസ് വരുന്നത്. ഓക്കെ. ഇതിൻ്റെ പ്രൈസ് വരുന്നത് 995 ആണ് കേട്ടോ. 995 995 ആണ്. നമുക്കിത് നല്ലൊരു പാർട്ടി വെയർ കളക്ഷനായിട്ട് നമുക്ക് യൂസ് ചെയ്യാം. ബർത്ത്ഡേക്ക് ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കാം. അങ്ങനെയൊക്കെ യൂസ് ചെയ്യാം കേട്ടോ. ഫംഗ്ഷൻ വെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. കുറച്ച് അങ്ങനത്തെ കാണിക്കാൻ പലരും സജഷൻ പറയുന്നതുകൊണ്ടാണ് അങ്ങനത്തെ കളക്ഷൻസ് ഞാൻ കാണിക്കുന്നത്. ഇത് ഇച്ചിരി അതിനേക്കാൾ ഇച്ചിരി ഒരു ഹെവി ഐറ്റം ആണ്. ശരിക്കും ഒരു ഒരു ബുട്ടിക് സ്റ്റൈൽ കളക്ഷനാണ്. നല്ല രസത്തിലാണ് ഇതിൻ്റെ വർക്ക് പോയിട്ടുള്ള. കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ. ഇങ്ങനെ ഒരു വർക്കൊക്കെ കൊടുത്ത് നമ്മൾ പറഞ്ഞ് ചെയ്യിക്കുന്ന ഒരു പാറ്റേണിലാണ് വരുന്നത്. താഴെ കൊടുത്തിട്ടുള്ളത് ഒരു ഹക്കോബ അല്ലെങ്കിൽ ചിക്കൻ കാരിയുടെ ഒക്കെ പോലെ ഒരു വർക്കാണ്. നല്ല രസമാണ്. ഒരു സ്കൈ ബ്ലൂ കളറാണ് വരുന്നത്. 2-3 ലെയറിൽ
ലൈനിങ് പോയിട്ടുണ്ട്. 4 ലെയറാണ്ട് ലൈനിങ് ഉണ്ട്. നല്ല രസമാണ് കേട്ടോ കാണാനായിട്ട്. അത്രയും ഹെവി ആയിട്ടുമാണ്. പക്ക പാർട്ടി വെയർ ആൻഡ് നമുക്ക് പിള്ളേരുടെ ബർത്ത്ഡേക്കൊക്കെ ഇടാൻ പറ്റുന്ന ആ ഒരു മോഡലിൽ വരുന്ന ഒരു പാറ്റേൺ ആയിട്ട്. ഇത് കാണാൻ നല്ല രസമുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഈ ഭാഗം നെറ്റാണ്, പുറകിൽ സിബാണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ. ഇങ്ങനെ വരും. 2 സൈഡിലേക്കും ഡോറീസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെയും സൈസ് 16, 18, 20, 22 വരുന്നത്. ഇതിൻ്റെ പ്രൈസ് വരുന്നത് 1200 കേട്ടോ. ഓക്കെ, ഇനി അടുത്ത കളക്ഷൻ കാണാം. അടുത്ത കളക്ഷൻ വന്നിട്ടുള്ളത് കോട്ടണിലാണ് കേട്ടോ. പ്യുവർ കോട്ടണിൽ വരുന്ന ഒരു ഐറ്റമാണ്. നല്ല ഭംഗിയുള്ളൊരു ഐറ്റമാണ്. നമ്മൾ ഇതിന് മുമ്പും ഇങ്ങനത്തെ പാറ്റേൺ കുറച്ച് നാൾ മുമ്പ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ഭയങ്കര എൻക്വയറി ഉണ്ടായിരുന്ന ഒരു ഐറ്റമാണ് കേട്ടോ. അത് സിമ്പിളാണ് എന്നാൽ ഭയങ്കര ഒരു എലഗൻ്റ് ആയിട്ടുള്ളൊരു ഐറ്റമാണ്. ഇപ്പം ഞാൻ വെയർ ചെയ്തിട്ടുള്ളത് നല്ല ഡാർക്ക് ബ്ലാക്ക് ആണ്. അതിനകത്ത് ഒരു വൈറ്റ് പ്രിൻ്റ് എന്ന് പറയാൻ പറ്റില്ല. ഇതൊരു ഗ്രേ കളറിൽ വരുന്ന പ്രിൻ്റാണ്. ഇതിൻ്റെ വൈറ്റ് ഉണ്ട്. അതുപോലെ തന്നെ അതെന്താ പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ട് ടൈപ്പാണ് എക്സാക്റ്റ്. ഇതിപ്പോൾ എൻ്റെ കയ്യിലുള്ളത് ഗ്രേ ആണ്. ഇതാണ് വൈറ്റ് കളറിൽ വരുന്ന പ്രിൻ്റ്. ഇത് ഞാൻ വേറെ ഇത് കാണിക്കാം. ഇത് ഒരു ഗ്രേ ഷെയ്ഡ്, അത്ര ഈ വൈറ്റിൻ്റെ അത്ര ഉദിച്ചതല്ല. ബാക്ക്ഗ്രൗണ്ട് എല്ലാം സെയിം ആണ്, കളറുകളും പ്രിൻറ്റുകളുമാണ് വ്യത്യാസം വരുന്നത് കേട്ടോ. ഇതെനിക്ക് കുറച്ചുകൂടി അത്ര ലൈറ്റ് ഭയങ്കര ബ്ലാക്ക് ആൻഡ് വൈറ്റ് കോമ്പിനേഷനിൽ ഇടാനില്ല. കുറച്ച് സ്റ്റാൻഡേർഡ് ആയിട്ടാണ് ഇടാനുള്ളവർക്ക് പറ്റിയൊരു ഐറ്റം ആണ് ഇത്. ഇതല്ല, എനിക്ക് ഇച്ചിരി കൂടി പ്ലസൻ്റ് ആയിട്ട് ഇച്ചിരി കൂടി നല്ല കളറിൽ നിൽക്കണം എന്നുള്ളവർക്ക് വൈറ്റ് ചൂസ് ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ ലെങ്ത്ത് വരുന്നത് 45 ഇഞ്ചാണ് ലെങ്ത്ത് വരുന്നത്. സ്ലിറ്റഡ് ആണ്. കോട്ടൻ്റെ ലൈനിങ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. സ്ലീവ് വിത്തൗട്ട് ലൈനിങ്ങിലാണ് വരുന്നത് കേട്ടോ. നെക്കിൻ്റെ പാറ്റേൺ നല്ല നൈസായിട്ടുണ്ട് കാണാനായിട്ട്. ബ്ലാക്ക് ഇടുമ്പോൾ നമുക്ക് എപ്പോഴും ഒരു നല്ല രസമാണ് കാണാനായിട്ട് കേട്ടോ. അപ്പോൾ കോട്ടൺ മെറ്റീരിയലാണ് വരുന്നത് കേട്ടോ. ഇതാണ്. ഇതെനിക്ക് നല്ല ബോഡി ഷേപ്പായിട്ട് കിടക്കണമെങ്കിൽ കറക്റ്റ് ഫിറ്റാണ്, ഒന്നും ചെയ്യാനില്ല. M ആണ് ഞാൻ വെയർ ചെയ്തിട്ടുള്ളത്. M2 XXL സൈസിലാണ് ഇത് വരുന്നത്. പ്രൈസ് വരുന്നത് 599 മാത്രമേ വരുന്നുള്ളൂ. നല്ല രസമായിട്ട് നമുക്ക് നല്ല സ്റ്റാൻഡേർഡ് ആയിട്ട് വെയർ ചെയ്ത് നമുക്കിപ്പം ഇങ്ങനെ ബ്ലാക്കിൽ കുറേ കോട്ട് സെറ്റും കാര്യങ്ങളൊക്കെ വരുന്നത് നല്ല രസമാണ് കേട്ടോ. അപ്പോൾ ഇതിനകത്ത് നമുക്ക് ഓൾമോസ്റ്റ് എല്ലാവരുടെ കയ്യിലും ബ്ലാക്ക് പാൻറ് ഉണ്ടാവും, ലെഗിൻസ് ഉണ്ടാവും, അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പോൾ ഇതിനൊക്കെ വെയർ ചെയ്യാൻ പറ്റുന്നതാണ്. ഇത് ഒരു ഗ്രേ ഷെയ്ഡാണ്. ഇത് വരുന്നത് ഒരു വൈറ്റ് ഷെയ്ഡാണ്. ഓക്കെ, ഞാൻ ഈ വൈറ്റ് ഷെയ്ഡിന് ഞാൻ ഇട്ട് കാണിക്കുന്നില്ല. അതാ ഇങ്ങനെ വരും കേട്ടോ. ഇതാണ് വൈറ്റ് ഷെയ്ഡ് വരുന്നത്. ഇത് ഗ്രേ. അപ്പോൾ ഇത് രണ്ടും നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവുണ്ടാവും. ഇതൊരു പാറ്റേണും ഇത് വേറൊരു പാറ്റേണും. വ്യത്യാസങ്ങളൊന്നുമില്ല. രണ്ടും ഇങ്ങനെയാണെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. സ്ലിറ്റഡ് ആണ് വരുന്നത്. ലൈനിങ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ഇത് ഇച്ചിരി കൂടി ഉദിച്ച് നിൽക്കണ പോലെയാണ്. ഇത് സിമ്പിൾ ആയിട്ടുള്ള ഒരു സ്റ്റാൻഡേർഡിൽ വരുന്ന ഒരു ഐറ്റമാണ്. ഇതിൻ്റെ വേറൊരു പാറ്റേണും കൂടി ഉണ്ട്, അതും കൂടി കാണാം. അടുത്ത പാറ്റേൺ ബ്ലാക്കിൽ റെഡ് ഒരു മെറൂൺ കളർ കോമ്പിനേഷനാണ്. പക്ഷെ ഇതിൻ്റെ ഉള്ളിൽ കൂടെ സിൽവർ ലൈൻസ് ഇങ്ങനെ പോയിട്ടുണ്ട് കേട്ടോ. അങ്ങനത്തെ ഒരു പാറ്റേൺ ആണ്. അപ്പോൾ മൂന്ന് ടൈപ്പാണ്. ഇത് ഇച്ചിരി കൂടി ഒരു ഗ്ലൈസി ടൈപ്പിലേക്ക് വരും. കാരണം സിൽവർ ലൈൻസ് ഒക്കെ ഇച്ചിരി അടുത്തടുത്തായിട്ടാണ് പോയിട്ടുള്ളത്. സെയിം കോട്ടൺ മെറ്റീരിയൽ തന്നെയാണ് വരുന്നത്. ഇതിനകത്ത് ആ ഒരു ലൈൻസ് പോയിട്ടുണ്ട് എന്നേ ഉള്ളൂ. ഇതിനകത്ത് പ്രിൻ്റ് വരുന്നത് എങ്ങനെയാണ് കേട്ടോ. ഓക്കെ, ഇതും സ്ലിറ്റഡ് ആണ്. ലൈനിങ് കൊടുത്തിട്ടുണ്ട്. കോട്ടൻ്റെ ലൈനിങ് കൊടുത്തിട്ടുണ്ട്. 45 ഇഞ്ചാണ് ലെങ്ത്ത് വരുന്നത്. സ്ലീവ് 15, 16 റേഞ്ചിലേക്കാണ് ലെങ്ത്ത് വരുന്നത്. സ്ലീവ് വിത്തൗട്ട് ലൈനിങ്ങിലാണ് വരുന്നത് കേട്ടോ. പുറകു വശം ഇതേ സെയിം പ്രിൻറ്റും കാര്യങ്ങൾ തന്നെയാണ് പോയിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ 3 തരത്തിലുള്ള ബ്ലാക്ക് കോമ്പിനേഷനാണ് കൊണ്ടുവന്നിട്ടുള്ളത്. ഒന്ന് ബ്ലാക്കിൽ ഒരു ഗ്രേ ടൈപ്പ് വരുന്നത്, ഒന്ന് ബ്ലാക്കിൽ വൈറ്റ് വരുന്നത്, ഒന്ന് ബ്ലാക്കിൽ മെറൂൺ വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എടുക്കുമ്പോൾ ഇൻ കേസ് അങ്ങോട്ട് കൂടെ മാറിയിട്ടുണ്ടെങ്കിൽ നിങ്ങളിതൊന്ന് സ്പെസിഫൈ ചെയ്യുക കേട്ടോ, ഏതാണ് വേണ്ടതെന്നുള്ളത്. ഈ ബ്ലാക്കൊക്കെ ഇച്ചിരി ലിമിറ്റഡ് സ്റ്റോക്കാണ് കേട്ടോ. അതുകൊണ്ട് ഇന്ന കളർ ഇല്ലെങ്കിൽ അടുത്ത കളറെങ്കിലും ഓപ്ഷൻ നിങ്ങൾ വെച്ചിട്ട് തന്നെ ഓർഡർ എടുക്കാൻ ശ്രമിക്കുക. കാരണം അധികം പീസസ് കിട്ടിയിട്ടില്ല. ബ്ലാക്ക് എവിടെ കണ്ടാലും ഞാൻ ചാടി വീഴുന്നതുകൊണ്ട് എനിക്കത് കണ്ടപ്പോൾ കുറച്ച് പീസ് ഉള്ളെങ്കിലും ഞാൻ എടുത്തിട്ട് പോകുന്നതാണ്. ഞാനിവിടെ തുറന്ന് പറയുകയാണ്, അധികം പീസസ് ഇല്ല. അതുകൊണ്ട് ഫസ്റ്റ് ചോയ്സ് സെക്കൻഡ് ചോയ്സ് എന്നുള്ള രീതിക്ക് കൊടുക്കുക. ഇത് ഉണ്ടെങ്കിൽ എനിക്ക് ഇത് വേണം, ഇല്ലെങ്കിൽ അതാണ് വേണ്ടതെന്ന് പറയാം. അത് അപ്പം തന്നെ ഓർഡർ ക്ലോസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനൊരു എളുപ്പത്തിന് പറഞ്ഞതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നിങ്ങൾ ഒരു ഐറ്റം വേണ്ടതെന്നുണ്ടെങ്കിൽ അത് തന്നെ കൺഫേം ചെയ്യണം. നമ്മളിങ്ങനെ എടുത്ത് വെക്കലില്ല, കാരണം അടുത്ത ആൾക്ക് പിന്നെ അത് ക്ലോസ് ചെയ്യാനുള്ളതാണ്. അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ M2 XXL സൈസസിലാണ് അവൈലബിൾ ആയിട്ടുള്ളത്. പ്രൈസ് വരുന്നത് 599 ആണ്. അടുത്ത കളക്ഷൻ കാണാം. അടുത്ത കളക്ഷൻ വന്നിട്ടുള്ളത് നല്ല രസമുള്ള, നമ്മൾ സാധാരണ കൊണ്ടുവരാറുള്ള പാറ്റേൺ അല്ല, ഇച്ചിരി വെറൈറ്റി ആയിട്ടുള്ള പാറ്റേൺ ആണ്. ഇപ്പം ഇങ്ങനത്തെ പാറ്റേണിലാണ് കൂടുതലും വരുന്നത്. ഇപ്പം നമ്മൾ ഈ പറയുന്ന ബുട്ടിക് കളക്ഷനിലൊക്കെ ചെയ്യാൻ കൊടുക്കുമ്പോഴാണെങ്കിലൊക്കെ
ഈ കൈൻഡ് ഓഫ് ഒരു വർക്കും കാര്യങ്ങളൊക്കെയാണ് നമുക്ക് കൂടുതൽ വരുന്നത്. ഇതെല്ലാം എംബ്രോയ്ഡറി വർക്കാണ് കേട്ടോ. നമുക്കത് കണ്ടാൽ മനസ്സിലാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇതെല്ലാം എംബ്രോയ്ഡറി വർക്കാണ്. നല്ല രസത്തിൽ മെഷീൻ എംബ്രോയ്ഡറി ചെയ്തിട്ടുള്ളതാണ്. അതുപോലെ തന്നെ യോക്കിൻ്റെ ഈ ഭാഗം, ഇത്രയും ഭാഗവും എംബ്രോയ്ഡറി വർക്കാണ്. വീനെക്കാണ് കൊടുത്തിട്ടുള്ളത്. ഇവിടെ ഒരു ലൈസിൻ്റെ ഒരു വർക്ക് കൊടുത്തിട്ടുണ്ട് കേട്ടോ വീനെക്കിന്. നല്ല രസമുള്ള ഒരു പാറ്റേൺ ആണ്. ഇതിൻ്റെ മെറ്റീരിയൽ വന്നിട്ടുള്ളത് ഒരു മൽമൽ ചന്തേരി എന്നൊക്കെ പറയും. ഇപ്പോൾ ഈ ഒരു മെറ്റീരിയലാണ് കൂടുതലും കുർത്തീസൊക്കെ ചെയ്യുന്നത്. ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആണ്, നമുക്ക് ഇടാൻ ഭയങ്കര കംഫർട്ടാണ്. നമുക്ക് ചന്തേരി എന്ന് പറയുമ്പോൾ ചന്തേരി സിൽക്ക് ഉണ്ട്, അതിങ്ങനെ ഒരു ഇച്ചിരി കൂടി കട്ടിയാണ്. നമുക്ക് ഇടുമ്പോൾ ഇച്ചിരി കൂടി ഒരു സ്റ്റിഫായി നിൽക്കുന്ന ടൈപ്പൊക്കെയാണ്. പക്ഷെ ഇത് അങ്ങനെയല്ല, ഒരു കോട്ടൺ ആണ്, കോട്ടൺ ബേസ്ഡ് ആണ്. പക്ഷെ ഇച്ചിരി മൽമൽ എന്ന് പറയുന്ന ലെവലിലേക്കാണ് നിൽക്കുന്നത്. ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് ഞാൻ വേറെ ഇത് കാണുമ്പോൾ ഇച്ചിരി ലെങ്ത് ഉള്ള ടൈപ്പാണ്. ഇത് എനിക്ക് ഇത്തിരി ലെങ്ത്ത്, എനിക്ക് ഹൈറ്റ് കുറവുള്ളതിൻ്റെ പ്രശ്നമാണ്. നിങ്ങൾക്ക് ഇത് അങ്ങനെ ഒരു ഇച്ചിരി ലെങ്ത്തിൽ ഇടുന്ന ടൈപ്പാണ്. ഇനി എല്ലാം നിങ്ങൾക്ക് ഇത്ര ലെങ്ത്ത് വേണ്ട എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് കട്ട് ചെയ്ത് മാറ്റാം കേട്ടോ. അപ്പോൾ എനിക്കിത് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഞാനിതിൻ്റെ ലെങ്ത്ത് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്താൽ നമുക്കിത് നല്ല പാർട്ടി വെയർ കളക്ഷനായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. കാരണം നമ്മളിതിപ്പോൾ ബുട്ടിക് കളക്ഷനിലൊക്കെ പറഞ്ഞ് ചെയ്യിപ്പിക്കുന്ന പോലത്തെ ഒരു ഐറ്റമാണ്. ഈ ദുപ്പട്ടയൊക്കെ ഉണ്ടല്ലോ ഭയങ്കര സോഫ്റ്റാണ്. ഈ ദുപ്പട്ടയിലൊക്കെ ഉള്ളത് പെയിൻറ്റിങ് ആണ് കേട്ടോ. പെയിൻറ്റിങ്ങിലാണ് പോയിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെയൊക്കെ വാഷ് ചെയ്യുമ്പോൾ നന്നായി വാഷ് കെയർ കൊടുക്കണം. ഇതിൻ്റെ എല്ലാ ഡീറ്റെയിൽസും എങ്ങനെ വാഷ് ചെയ്യണം, അതുപോലെ തന്നെ എങ്ങനെയാണ് അയൺ ചെയ്യേണ്ടത്, അതിൻ്റെ ഉള്ള എല്ലാ ഡീറ്റെയിൽസും ഇതിൽ തന്നെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. കാരണം ഒരു സ്റ്റാൻഡേർഡ് ബ്രാൻഡഡിൽ വരുന്ന ഐറ്റമാണിത്. അപ്പം അതിൻ്റെ എല്ലാ ഫീച്ചേഴ്സും അവരിതിൽ കൃത്യമായിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ട്. നമ്മൾ അതിനനുസരിച്ച് ചെയ്യാവും. തല്ലിയൊന്നും അലക്കരുത്. ഇപ്പോൾ നമ്മൾ കാഞ്ചീപുരം വലിയ വില കൊടുത്തിട്ടുള്ള സാരി ആരെങ്കിലും വാഷിംഗ് മെഷീനിലോ അല്ലെങ്കിൽ കല്ലിലോ ഇട്ട് അലക്കലില്ലോ. അപ്പോൾ അതിൻ്റേതായ ഒരു ക്വാളിറ്റി ഉള്ള ഐറ്റത്തിന് പോലും നമ്മൾ നല്ല ശ്രദ്ധിച്ചാണ് യൂസ് ചെയ്യേണ്ടത്. അതുപോലെ തന്നെ നല്ലോണം ശ്രദ്ധിച്ച് തന്നെ യൂസ് ചെയ്യുക. അങ്ങനെയാണ് ഇതിൻ്റെ പാറ്റേൺ വരുന്നത് കേട്ടോ. ഇത് ഭയങ്കര സോഫ്റ്റാണ്, ലൈറ്റ് വെയിറ്റ് ആണ്, ഇടാൻ ഭയങ്കര കംഫർട്ടാണ്. അത് ഇവിടെ ഇങ്ങനെ ചെറിയ ഫ്ലീറ്റ്സ് പോലെ കൊടുത്തിട്ട് താഴത്തേക്ക് വേറെ വർക്കും കാര്യങ്ങളൊന്നും പോകുന്നില്ല. ടോപ്പ്, പാൻറ്റ്, ഷാള് വരുന്ന സെറ്റാണ്. ഇതിൻ്റെ സൈസ് ചാർട്ട് വരുന്നത് M2 XXL സൈസസിലാണ് കേട്ടോ. M, L, XL, XXL, XXL സൈസസിലാണ് അവൈലബിൾ ആയിട്ടുള്ളൂ. പ്രൈസ് വരുന്നത് 1199 മാത്രമേ വരുന്നുള്ളൂ. ഇങ്ങനെയാണ് ഇതിൻ്റെ ടോപ്പ് വന്നിട്ടുള്ളത്. ഞാൻ പറഞ്ഞ എല്ലാ ഇൻസ്ട്രക്ഷൻസും അയൺ ചെയ്യുമ്പോൾ ഭയങ്കര ഇന്ന ഇതിൽ കൊടുക്കണം, അത്ര ചൂട് കൊടുക്കരുത്, അങ്ങനെയൊക്കെ അത്രയും കെയർ കൊടുത്ത് നല്ല രസത്തിൽ ആ മെറ്റീരിയൽ അത്രയും പ്രീമിയം അല്ലെങ്കിൽ ഒരു കൈൻഡ് ഓഫ് നല്ലൊരു മെറ്റീരിയലാണ് കേട്ടോ. അതുകൊണ്ടാണ് ഇങ്ങനെയാണ് എംബ്രോയ്ഡറി വർക്ക് പോയിട്ടുള്ളത്. കൈയുടെ രണ്ട് സൈഡിലേക്കും അങ്ങനെ കൊടുത്തിട്ടുണ്ട്. അതുമാതിരി സ്ലീവിൻ്റെ എൻഡിലും അതുമാതിരി ഒരു ലൈസ് വർക്ക് കൊടുത്തിട്ടുണ്ട്. ബോട്ടത്തിൻ്റെ നെക്കിൻ്റെ ഇവിടെയും ലേസ് വർക്ക് കൊടുത്തിട്ടുണ്ട്. ഇവിടെയും കൊടുത്തിട്ടുള്ളത് മെഷീൻ എംബ്രോയ്ഡറി തന്നെയാണ് കേട്ടോ. ഓക്കെ, ഇങ്ങനെ വരും. പുറകു വശം പ്ലെയിൻ ആണ് വരുന്നത്. ഓക്കെ, ഭയങ്കര കംഫർട്ടാണ്. വിത്തൗട്ട് ലൈനിങ്ങിലാണ് വരുന്നത് കേട്ടോ. ലൈനിങ്ങിൻ്റെ ഒന്നും ആവശ്യമൊന്നുമില്ല. ഭയങ്കര എന്താ പറയുക, കംഫർട്ടായിട്ട് ഇടാൻ പറ്റുന്ന കോട്ടണിൽ വരുന്ന ഒരു മൽമൽ കോട്ടൺ എന്നൊക്കെ വേണമെങ്കിൽ പറയാം. അങ്ങനത്തെ ഒരു കൈൻഡ് ഓഫ് മെറ്റീരിയലാണ് വരുന്നത്. 2 കളർ ഷെയ്ഡ്സ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത്. ഇതിൻ്റെ പാൻറ്റ് വന്നിട്ടുള്ളത് അങ്ങനെ പുറകിൽ ഇലാസ്റ്റിക്കും ഫ്രണ്ടിൽ ഒരു ബാൻഡ് കൊടുത്തിട്ട് പിന്നെ നമുക്കൊന്ന് വള്ളി കൊടുത്തിട്ടുണ്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ. 1 സൈഡ് പോക്കറ്റ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. 1 സൈഡ് പാൻറ്റിന് പോക്കറ്റ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. പാൻറ്റിൻ്റെ എൻഡിലും ഇതുമാതിരി തന്നെ ലൈസ് വർക്ക് കൊടുത്തിട്ടുണ്ട്. നല്ല രസമാണ് കേട്ടോ കാണാൻ. പാൻറ്റും അതെ ഇതേ സെയിം മെറ്റീരിയലിലാണ്, കോട്ടണിലാണ് വരുന്നത്. ഭയങ്കര കംഫർട്ടായിട്ടുള്ള ഒരു കോട്ടൺ മെറ്റീരിയലാണ് കേട്ടോ. അപ്പോൾ M2 3XL ഷാളിന് ഇതാണ് കേട്ടോ വരുന്നത്. ഓക്കെ, നല്ല രസത്തിലുള്ളൊരു പെയിൻറ്റിംഗ് ആണ് ഇതിൽ പോയിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ സൈസ് ചാർട്ട് M2 3XL ആണ്. പ്രൈസ് 1199 ആണ്. ഇതിൻ്റെ വേറൊരു കളറും കൂടി ഉണ്ട്, അതും കൂടി കാണാം. അടുത്ത കളർ വന്നിട്ടുള്ളത് ഇങ്ങനെ ഒരു കളറാണ് കേട്ടോ. ഇതൊരു പിങ്ക് ഷെയ്ഡാണ്. എന്നാലും ഒരു പീച്ചിൻ്റെ ഷെയ്ഡും കൂടി ബ്ലെൻഡ് ആയിട്ട് വരുന്ന ഒരു പിങ്കിഷ് പീച്ച് പോലത്തെ ഒരു കളറാണ് കേട്ടോ. ബേബി പിങ്ക് കളറൊന്നല്ല, ആ ഒരു പിങ്കിഷ് പീച്ച് ആ ഒരു ഷെയ്ഡിൽ വരുന്ന നല്ല രസമാണ് കേട്ടോ. ഇതിൻ്റെ വീനെക്ക് കൊടുത്തിട്ടുള്ള വീനെക്ക് എന്നൊക്കെ ഒന്ന് ഇറങ്ങിയിട്ടുമില്ല, ഇച്ചിരി കയറിയിട്ടുമല്ല, നല്ല രസമാണ്. പിന്നെ അതുപോലെ തന്നെ ലൈസ് വർക്ക് കൊടുത്തിട്ടുണ്ട്. എല്ലാം കൊണ്ടും അടിപൊളിയാണ്. അതെല്ലാം മെഷീൻ എംബ്രോയ്ഡറി വർക്കിലാണ് പോയിട്ടുള്ളത്. സ്ലീവിൻ്റെ എൻഡിലും ഇതേമാതിരി ലൈസ് വർക്ക് കൊടുത്തിട്ടുണ്ട്. ഇവിടെയും വരുന്നതെല്ലാം വർക്ക് മെഷീൻ എംബ്രോയ്ഡറി വർക്കാണ് പോയിട്ടുള്ളത് കേട്ടോ. ഇതാണ് വരുന്നത്. ഇങ്ങനെയാണ് ഇതിൻ്റെ ദുപ്പട്ടയിലും വർക്ക്. ഇത് പെയിൻറ് ചെയ്തതാണ് കേട്ടോ.
ഇങ്ങനെ വരും. നല്ല ഭയങ്കര സോഫ്റ്റ് ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള ഒരു ഐറ്റമാണ്. നമുക്ക് ഈ സമയത്ത് ഇടാൻ കംഫർട്ടാണ്. നമുക്ക് നല്ല പാർട്ടി വെയർ ഒക്കെ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഐറ്റമാണ് കേട്ടോ. അപ്പോൾ ഇത് എം സൈസ് മുതൽ എം, എൽ, XL, XXL, XXL സൈസ് വരെയാണ് അവൈലബിൾ ആയിട്ടുള്ളത്. 1199 ആണ് പ്രൈസ് വരുന്നത്. ഇതിന് കുർത്തിക്ക് നല്ല ലെങ്ത്ത് വരുന്നുണ്ട്. ഒരു 49 ഇഞ്ചോളം ലെങ്ത്ത് വരുന്നുണ്ട്. നിങ്ങൾക്ക് അത്ര ലെങ്ത്ത് ആവശ്യമില്ല എന്നുള്ളവരാണെങ്കിൽ അങ്ങനെ കട്ട് ചെയ്ത് യൂസ് ചെയ്യുക. അങ്ങനെയല്ല, കുറച്ച് ലെങ്ത്തിലാണ് ഇത് ഇടാൻ ഒരു പാറ്റേൺ വരുന്നത്. അങ്ങനെ ഇടാൻ താല്പര്യമുള്ളവർക്ക് അങ്ങനെ ഇടാം. എല്ലാതും ഫീച്ചേഴ്സ് എല്ലാം സെയിമാണ്. നേരത്തെ കാണിച്ച പോലെ തന്നെ ഇതിനും പാൻറ്റിന് താഴ്ഭാഗത്ത് ഇങ്ങനെ ലൈസ് വർക്ക് കൊടുത്തിട്ടുണ്ട്. ഫ്രണ്ടിൽ ബാൻഡും പുറകിൽ ഇലാസ്റ്റിക്കാണ് വരുന്നത് കേട്ടോ. വൺ സൈഡ് പോക്കറ്റൊക്കെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. നല്ല ഭംഗിയുള്ള, ഇപ്പം എൻ്റെ കയ്യിലിരിക്കുന്നതും എം സൈസ് തന്നെയാണ് കേട്ടോ. ഓക്കെ, അടുത്ത ഐറ്റം കാണാം. അടുത്തത് കാണിക്കുന്നത് ജീൻസിൻ്റെ ടോപ്പാണ്. ഇത് നമ്മൾ ഇതിനു മുമ്പ് ഒരു പാറ്റേൺ കൊണ്ടുവന്നിട്ടുണ്ട്. ഈ സെയിം പാറ്റേൺ അന്ന് ഒരുപാട് പേർക്ക് നമ്മൾ കൊടുത്ത്, പിന്നെയും കുറച്ച് പേർക്കൊക്കെ എൻക്വയറി ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ റീസ്റ്റോക്കിങ് പോയപ്പോൾ കിട്ടിയിട്ടുണ്ടായില്ല. പിന്നെ ഇപ്പോഴാണ് കിട്ടുന്നത്. നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും, ഇവിടെ ഇത്രയും ഭാഗം സ്മോക്കി വർക്കാണ് പോയിട്ടുള്ളത്. പിന്നെ താഴത്തേക്ക് ഇങ്ങനെ വർക്ക്, എന്നിട്ട് ഇതിൻ്റെ താഴെ ലേസ് വർക്കാണ് പോയിട്ടുള്ളത്. നല്ല വീതിക്കാണ് ബ്ലാക്ക് ലേസ് വർക്ക് കൊടുത്തേക്കണം. സ്ലീവ് വരുന്നത് ഇങ്ങനെയാണ് കേട്ടോ. ഇങ്ങനെ ഒരു പാറ്റേണിലാണ് സ്ലീവ് വരുന്നത്. നല്ല രസമുള്ള ഒരു ടോപ്പാണ് വന്നിട്ടുള്ളത്. ഇതിൻ്റെ ഫ്രണ്ടും ബാക്കും ഓൾമോസ്റ്റ് ഒരുപോലെയാണ് ഇരിക്കുന്നത് കേട്ടോ. ഇങ്ങനൊരു സ്മോക്കി വർക്ക് തന്നെയാണ് പുറകിലേക്കും പോയിട്ടുള്ളത്. ബാക്കി ഫീച്ചേഴ്സ് എല്ലാം സെയിം തന്നെയാണ്. ഇത്രയാണ് ഇറക്കം വരുന്നത് കേട്ടോ. നമുക്ക് സ്റ്റാൻഡേർഡ് ആയിട്ട് വെയർ ചെയ്യാൻ പറ്റുന്ന ഒരു ജീൻസിൻ്റെ ടോപ്പാണ്. മെറ്റീരിയൽ വന്നിട്ട് നല്ലൊരു കൂടിയ റിങ്കിൾ റയോൺ ടൈപ്പിലേക്ക് വരുന്ന ഒരു പാറ്റേൺ ആണ്. ഞാൻ വെയർ ചെയ്തിട്ടുള്ളൊരു ബ്ലൂ ഷെയ്ഡാണ്, ഡാർക്ക് ബ്ലൂ ഷെയ്ഡ്. അതായത് സെയിം ആണ് കേട്ടോ. ഇതും ബ്ലൂ ഷെയ്ഡാണ് വരുന്നത് കേട്ടോ. കരിനീല ഒരു ഷെയ്ഡാണ്. ഇതിന് പല പല പ്രിന്റുകളാണ്. ഇപ്പോൾ ഫസ്റ്റ് വൺ ഞാൻ വെയർ ചെയ്തിട്ടുള്ളത് ഇങ്ങനെ സെയിം ആണ്. ഇത് ഇവിടെയും സ്മോക്കി വർക്ക് ഉണ്ട്. ഇത്രയും ഭാഗം വരെയാണ് സ്മോക്കി വർക്ക് ഉള്ളത്. പുറകിലും അത്രയും തന്നെ സ്മോക്കി വർക്ക് പോയിട്ടുണ്ട്. ഫ്രണ്ടും ബാക്കും ഒരേപോലെയാണ് ഇരിക്കുന്നത് കേട്ടോ. താഴെ ലേസ് വർക്ക് കൊടുത്തിട്ടുണ്ട്, കണ്ടോ? നല്ല ഭംഗിയിൽ ലേസ് വർക്ക് കൊടുത്തിട്ടുണ്ട്. നല്ലൊരു പാറ്റേൺ ആണ്. സ്ലീവ് വരുന്നത് ഇങ്ങനെയാണ്. ഇവിടെ വെച്ചിട്ട് ഇങ്ങനെ ഒരു ഇച്ചിരി അപ്പം എന്താ പറയുക, ബെല്ലി പോലത്തെ ഒരു ടൈപ്പിൽ വരുന്ന, ഇതിന് എന്തെങ്കിലും പേരുണ്ടോ എന്ന് എനിക്ക് എക്സാക്റ്റ് അറിഞ്ഞുകൂടാ. ഇങ്ങനെയാണ് വരുന്നത് കേട്ടോ. ഇതിൻ്റെ പ്രൈസ് വരുന്നത് 499 മാത്രമേ വരുന്നുള്ളൂ. നല്ല പാറ്റേൺസും പ്രിന്റുകളാണ് അവൈലബിൾ ആയിട്ടുള്ളത്. ഇതാണ് ഫസ്റ്റ് വൺ, നേവി ബ്ലൂ ആണ് കേട്ടോ. ഞാൻ വെയർ ചെയ്തത്, ഞാൻ ഫസ്റ്റ് കാണിക്കുന്നതും ഈ സെയിം പാറ്റേൺ ആണ്. ഈ പ്രിന്റിൽ തന്നെ വേറെ കളേഴ്സ് ഉണ്ട്, അത് കാണിക്കാം. എല്ലാത്തിൻ്റെയും പ്രൈസ് 499 ആണ്. ഇത് വന്നിട്ടുള്ളത് ബ്ലാക്ക് ആണ് കേട്ടോ. ഇപ്പം ഞാൻ വെയർ ചെയ്തിട്ടുള്ളത് ബ്ലൂ ആണ്. ഇത് വന്നിട്ടുള്ളത് ബ്ലാക്ക് ആണ്. ഓക്കെ, ബ്ലാക്കിൽ ഈ സെയിം പ്രിന്റും കാര്യങ്ങൾ തന്നെയാണ് പോയിട്ടുള്ളത്. കണ്ടു കഴിഞ്ഞാൽ ഒരുപോലെ ഇരിക്കും, പക്ഷെ ഇത് നേവി ബ്ലൂ ആണ്, ഇത് ബ്ലാക്ക് ആണ്. അടുത്തത് വന്നിട്ടുള്ളത് വൈറ്റ് ആണ്. ഈ സെയിം പ്രിന്റിൻ്റെ തന്നെ വൈറ്റ് ആണ്. വൈറ്റിൻ്റെ താഴെ ലേസ് വർക്ക് പോയിട്ടുള്ളത് വൈറ്റ് തന്നെയാണ് കേട്ടോ. ഫ്രണ്ടും ബാക്കും ഇത്തിരി ഭാഗം സ്മോക്കി. പിന്നെ സ്ലീവ് വരുന്നത് ഇങ്ങനെ. 499 ആണ് പ്രൈസ് വരുന്നത്. ഇത് സൈസ് വരുന്നത് സ്മോൾ, മീഡിയം, ലാർജ് പേർക്ക് വരെ വേണമെങ്കിൽ യൂസ് ചെയ്യാം. അങ്ങനെ ഒരു പാറ്റേൺ ആണ്. കാരണം സ്മോക്കി ആയതുകൊണ്ട്. പിന്നെ ബാക്കിയുള്ളവർക്ക് ഇച്ചിരി പാട് ആയിരിക്കാൻ ചാൻസ് ഉണ്ട്. കാരണം ആംപ്ലിറ്റ്യൂഡിൻ്റെ കൂടെ ഇച്ചിരി ഒരു പിടുത്തം വരാൻ വഴി അത്ര അങ്ങോട്ട് വലിയ വഴിയില്ല. അതുകൊണ്ടാണ് സ്മോൾ, മീഡിയം, ലാർജ് ഇത്രയും പേർക്ക് യൂസ് ചെയ്യാന്നുള്ള രീതിക്കാണ് ഞാൻ പറയുന്നത് കേട്ടോ. ഇച്ചിരിയും കൂടി വേണമെങ്കിൽ കിട്ടുമായിരിക്കും, എന്നാലും വേണ്ട, അത്ര റിസ്ക് എടുക്കണ്ട. അതുകൊണ്ടാണ് 499. അടുത്തത് വരുന്നത് മെറൂൺ. ഇതിൻ്റെ സെയിം മെറൂണിനൊക്കെ ബ്ലാക്ക് ആണ് കേട്ടോ. താഴെ ലേസ് വർക്ക് പോയിട്ടുള്ളത്. വൈറ്റിന് മാത്രമാണ് ആ ഒരു പാറ്റേൺ വന്നിട്ടുള്ളത്. നല്ല രസമുള്ള ഒരു മെറൂൺ ഷെയ്ഡ്. ഇത് മെറൂണിൽ ഇങ്ങനൊരു പ്രിൻറ്റും അടുത്ത മെറൂണിൽ ചെറിയൊരു പ്രിൻ്റ് വ്യത്യാസമുണ്ട്. ഇതിൽ കംപ്ലീറ്റ് ഒരു ചെറിയ മാങ്ങ പോലത്തെ ഷേപ്പാണ് വരുന്നത്. അപ്പോൾ നിങ്ങൾ ഓർഡർ എടുക്കുമ്പോൾ ഫസ്റ്റ് മെറൂൺ എന്ന് പറഞ്ഞ് ഇതിനെടുക്കുക. ഞാൻ ഈ കാണിച്ച പ്രിൻറ്റിൻ്റെയാണ് മെറൂൺ. ഇനി കൺഫ്യൂഷൻ വരാതിരിക്കാൻ എനിക്ക് ഇതാണ് വേണ്ടതെങ്കിൽ സെക്കൻഡ് മെറൂൺ എന്ന് പറയാം കേട്ടോ. രണ്ടും ചെറിയ വ്യത്യാസം ഉണ്ട്, അതുകൊണ്ടാണ്. വലിയ വ്യത്യാസമൊന്നുമില്ല, ചെറിയൊരു പ്രിൻറ്റിൻ്റെ വ്യത്യാസമേ ഉള്ളൂ. ചിലർക്ക് പക്ഷെ എക്സാക്റ്റ് പ്രിൻറ്റുകളൊക്കെ പ്രശ്നമുള്ള ആൾക്കാരുണ്ട്, അതുകൊണ്ടാണ്. അടുത്ത് വന്നിട്ടുള്ളത് ഇതങ്ങനെ ബ്ലാക്കിൽ ഒരു ഗോൾഡൻ സ്ട്രൈപ്സ് പോലെ. ഇതൊക്കെ കഴിഞ്ഞ പ്രാവശ്യം കൊണ്ടുവന്നതിൽ ഉണ്ടായിരുന്നു. ഉണ്ടായിരുന്നു വെച്ച് കഴിഞ്ഞാൽ ആ പാറ്റേൺ തന്നെയാണ്. ഇതെല്ലാം റീസ്റ്റോക്ക് ചെയ്താൽ ഒന്നും ഒരൊറ്റ പീസ് പോലും ബാലൻസ് ഉണ്ടായില്ല.
പക്ഷേ ഈ പ്രിൻ്റൊക്കെ അന്നുണ്ടായത് ഞാൻ ഓർക്കുന്നുണ്ട്. എല്ലാം സ്മോക്കി വർക്ക് തന്നെയാണ് കേട്ടോ. പ്രിന്റ് മാത്രമേ ഇവിടം വരെ ഉള്ളൂ കേട്ടോ സ്മോക്കി. ഇങ്ങോട്ട് ഇത്രക്കില്ല, ഇവിടം വരെയാണ്. ഇവിടം തൊട്ട് ഇവിടം വരെയാണ് സ്മോക്കി വർക്ക് പോയിട്ടുള്ളത്. ഇത് വേറൊരു പ്രിന്റാണ്. എല്ലാത്തിനും താഴെ ലേസ് വർക്ക് ഉണ്ട് കേട്ടോ. എല്ലാം 499 ആണ്. നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ. ഇതിൻ്റെയും വൈറ്റ് ആണ് കേട്ടോ ലേസ് വർക്ക് പോയിട്ടുള്ളത്. അപ്പോൾ 2 എണ്ണമായി ലേസ് വർക്കിൽ. ഇതൊരു ബേബി പിങ്ക് ഷെയ്ഡിലേക്ക് വരും, വൈറ്റിലൊരു ബേബി പിങ്ക് ഒക്കെ പോലെ. അടുത്ത ചെറിയൊരു പുള്ളി പുള്ളി പോലത്തെ ഒരു പ്രിന്റ്. ഇതിൻ്റെ മെറ്റീരിയൽ റിങ്കിൾ റയോൺ മാറിയിട്ട് ഇച്ചിരി കൂടി ഒരു പോപ്കോൺ ടൈപ്പിലേക്ക് ഇച്ചിരി വ്യത്യാസം ഇതിന് മാത്രമുണ്ട്. ഇതിൻ്റെയും വൈറ്റ് ആണ് കേട്ടോ ലേസ് വർക്ക്. അപ്പോൾ 3 എണ്ണമായി വൈറ്റ്. ഇതും സ്മോക്കി വർക്കും ഫീച്ചേഴ്സൊക്കെ അങ്ങനെ തന്നെയാണ് കേട്ടോ. ചെറിയ പുള്ളി പുള്ളിയാണ് കേട്ടോ വരണേ. ഇച്ചിരി കൂടി വലിപ്പം കിട്ടുന്നുണ്ട് തോന്നുന്നു. എന്നാലും പക്ഷെ നമുക്ക് ഇച്ചിരി ലൂസ് ടൈപ്പിൽ നമുക്ക് കംഫർട്ടായിട്ട് ഇടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സ്മോൾ മീഡിയം ലാർജുകാർക്ക് വരെ പറയുന്നുള്ളൂ കേട്ടോ. 499 ആണ് പ്രൈസ് വരുന്നത്. ഓക്കെ, അപ്പോൾ എല്ലാ പ്രിന്റുകളും കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിലേതെങ്കിലും പർച്ചേസ് ചെയ്യണമെങ്കിൽ അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുക്കുക. നിങ്ങൾക്ക് വേണ്ട സൈസ് കൂടി മെൻഷൻ ചെയ്ത് ചോദിക്കുക. നമ്മൾ ഒരുപാട് തവണ ഇത് പറയുന്നു. നമ്മൾ അന്നത്തെ ദിവസമല്ല, അത് കഴിഞ്ഞ് നിങ്ങൾ കുറേ ദിവസം കഴിഞ്ഞിട്ടൊക്കെ ആയിരിക്കും ഇതുണ്ടോ എന്ന് ചോദിക്കുന്നത്. ഇത് ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ നിങ്ങൾ അതിൻ്റെ സൈസ് ഉണ്ടോ എന്നാണ് ചോദിക്കേണ്ടത്. നിങ്ങൾക്ക് വേണ്ട സൈസ് അല്ലേ ഇവിടെ ഉണ്ടോ എന്ന് അറിയേണ്ടത്. അപ്പോൾ നിങ്ങൾ എപ്പോഴും സൈസ് വെച്ച് തന്നെ എൻക്വയറി ചോദിക്കുക. അപ്പോൾ നമ്മളത് എൻക്വയറി ക്ലോസ് ചെയ്യുന്നതാണ് കേട്ടോ. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പുതുതായിട്ട് കാണുന്ന എല്ലാവരും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മുടെ ഗിവ് അവേയുടെ കാര്യം മറക്കാതിരിക്കുക. 2 തരം ഗിവ് അവേസ് ഉണ്ട്. മിസ് ചെയ്യാണ്ട് തന്നെ എല്ലാവരും പങ്കെടുക്കുക. നിങ്ങൾ വെയർ ചെയ്തതിൻ്റെ ഒരു ഫോട്ടോ കാണിച്ചാൽ മതി. നിങ്ങൾ പല ഫംഗ്ഷനുകൾക്കും ഇതൊക്കെ ഇട്ടിട്ട് പോകുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ഫോട്ടോ നമുക്ക് അയച്ചു തരാം. അതിൽ നിന്ന് ഒരാളെ വിന്നറായിട്ട് എടുക്കും. ഗൂഗിളിൽ നമ്മുടെ ലിഗീസ് ഫാഷൻ ഹാവിന് ഒരു റിവ്യൂ കൊടുക്കുക. അതിൽ നിന്ന് നമ്മൾ ഒരാളെ വിന്നറായിട്ട് സെലക്ട് ചെയ്യും. അപ്പോൾ 2 പേരെയാണ് നമ്മൾ ഗിവ് അവേയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ അവസരം നൽകിയിട്ടുള്ളത്. 2 കൂട്ടർക്കും പങ്കെടുക്കാം കേട്ടോ. ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടാറ്റാ.